സുഹൃത്തുക്കളെ, എമ്പുരാന്റെ ട്രെയിലർ കണ്ട് ആകെ അന്താളിച്ചിരിക്കുന്ന വേറൊരു സംവിധായകൻ തൊട്ടപ്പുറത്തുണ്ടെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ സംസാരം. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഈ സമയത്ത് വരേണ്ടതാണ്. എമ്പുരാന്റെ ഒരു ഉയർച്ചയ്ക്ക് അതിനെ തള്ളി തള്ളി ഒരു വസ്തുക്ക് കയറ്റുന്നതിന് ഇത്തരം ചർച്ചകൾ, ഇത്തരം വാർത്തകളൊക്കെ വളരെ ആവശ്യമാണ്. ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്ന മനുഷ്യന്റെ പേര് തരുൺ മൂർത്തി എന്നാണ്. തരുൺ മൂർത്തിയുടെ മോഹൻലാൽ സിനിമ അടുത്ത മാസം നമ്മുടെ മുമ്പിലേക്ക് എത്താനുണ്ട്. അതൊരു സാധാരണ പക്ക ഒരു നാട്ടിൻപുറത്തെ ഒരു അയൽവാസി പയ്യൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ അയൽവാസി ചെങ്ങാതി പയ്യൻ എന്നൊക്കെ ഇപ്പോൾ മോഹൻലാൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ തല്ലും. എന്തായാലും അയൽവാസി ചെങ്ങാതി എന്ന രീതിയിലൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സിനിമയാണ്. ആ ഒരു സിനിമ നമുക്ക് വിചാരിക്കാം. ഇവിടെ എമ്പുരാന്റെ ടീസർ കണ്ടിട്ട് നമ്മുടെ പൃഥ്വിരാജിന് തരുമൂർത്തി അയച്ച ഒരു മെസ്സേജാണ് ഇപ്പോഴിങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് വരുന്നത്. വെൻ ഫാൻ ബോയ്സ് ചാറ്റ് എന്ന രീതിയിലാണ്. അതിൽ ഇങ്ങനെയാണ് കേട്ടോ: ഇനി ഞാൻ എന്തു ചെയ്യും എന്നാണ് പൃഥ്വിരാജിനോട് നമ്മുടെ തരുൺ മൂർത്തി ചോദിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജ് വളരെ സിമ്പിൾ പറയുന്നുണ്ട്: ഐ എം പേഴ്സണലി റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ഫിലിം. ഞാൻ നിങ്ങളെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നാണ് നമ്മുടെ പൃഥ്വിരാജ് അതിന് മറുപടി പറയുന്നത്. ഇതാണ് ഇപ്പോൾ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടുകൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ സിനിമകളെ ഇഷ്ടത്തോടുകൂടി കാത്തിരിക്കുന്നു എന്ന രീതിയിലാണ്. ഇങ്ങനെ എമ്പുരാൻ അത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി ഇതാ നമ്മുടെ മുമ്പിലേക്ക് 1-2 ദിവസം കഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് ആ സിനിമ എത്തുകയാണ്. അപ്പോഴാണ് കൊച്ചിയിലെങ്ങാണ്ടുള്ള ഒരു കമ്പനി, ആ ഒരു കമ്പനിയുടെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് ലീവ് എടുപ്പിച്ചുകൊണ്ട് അന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാം എന്നുള്ള തീരുമാനം എടുക്കുന്നത്. എന്തായാലും ആ ഒരു കമ്പനിയെ കുറിച്ച് വാർത്ത കൂടി മനോരമയിൽ വന്നിട്ടുണ്ട്. മനോരമ അങ്ങനെയാണ് കേട്ടോ. സുനിത വില്യംസ് താഴത്തിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സുനിത വില്യംസ് കൊണ്ടുപോയത് ഗണപതി പ്രതിമയാണോ, ഇനി ഭഗവത്ഗീതയാണോ, ഇനി ഖുറാനാണോ എന്നൊക്കെ ചർച്ച ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ മനോരമ ചർച്ച ചെയ്യപ്പെടുന്ന ആ ഒരു ചർച്ച അല്ലെങ്കിൽ പിന്നെ മനോരമ ഇല്ല, മാമമാപ്പിളയ്ക്ക് പിന്നെ ഉറക്കണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനത്തെ ചർച്ചയാണ് സുനിത വില്യംസ് എന്ത് തിന്നുന്നുള്ളതാണ്. സുനിത വില്യംസ് തിന്നത് മുളകിട്ട മീൻകറിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെയാണ് മനോരമ ഇറക്കുക. എന്തായാലും മനോരമ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു വാർത്ത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു ടീം മുഴുവൻ, ഒരു കമ്പനി മുഴുവൻ ലീവ് എടുത്തിട്ട് അന്ന് സിനിമയ്ക്ക് പോണ വാർത്തയാണ്. ഈ ഒരു ട്രെൻഡ് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പം അത് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? ഒരു കമ്പനിക്ക് മൊത്തം ഓഫ് കൊടുക്കുക, അതെന്തായിരുന്നു? ശരിക്കും നമ്മൾ അങ്ങനെ ഇതിപ്പം ഒരു ട്രെൻഡ് കൊണ്ടുവരാ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ചെയ്തത്. ശരിക്കും നമ്മൾ എന്തായാലും എമ്പുരാൻ ഇറങ്ങുന്ന ദിവസം ഞങ്ങൾ ആ പടം പോയി കാണുന്നുള്ള ഉറപ്പാണ്. ഞാനും ഉണ്ട്, ഫ്രണ്ട് അൽഫോൻസ് ഉണ്ട്. ഞങ്ങൾ ഒരു സംരംഭം നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് എന്തായാലും ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഇവരോട് നമ്മളോട് വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു അവധിയിലോട്ട് പോയത്. ഫസ്റ്റ് ഹാഫാണ് നമ്മൾ അവധി കൊടുത്തേക്കുന്നത്. പൊളി, നല്ല മുതലാളിയാണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഹാഫ് ഒരു പാതി എന്താ പറയുക ലീവൊക്കെ കൊടുത്തിട്ട് അവരെ സിനിമയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒരു നല്ല മുതലാളിയുടെ നല്ല തീരുമാനം എന്നതിനേക്കാൾ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രൊമോഷൻ എന്നുകൂടി നമുക്ക് ഇതിനെ പറയേണ്ടി വരും. ഈ സിനിമ വിജയിക്കേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ നിർമ്മാതാവിൻ്റെയും മോഹൻലാലിൻ്റെയും ഒപ്പം പൃഥ്വിരാജിൻ്റെയും മാത്രം ഒരു ആവശ്യമല്ല, സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ ഒരു ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു കളയാൻ കേട്ടോ. കാരണം 10-30 കോടി രൂപയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 30 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ ആ 30 കോടി എങ്ങനെ മലയാളത്തിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷനാണ്. അങ്ങനെ 30 കോടി മലയാളത്തിൽ നിന്ന് തന്നെ കിട്ടുക എന്ന് പറഞ്ഞ സംഗതി വളരെയധികം വിരളമായിട്ടുള്ള സംഭവമാണ്. ഒന്നാമത് നമ്മുടെ ഈ മലപ്പുറം ഈ ഒരു ഭാഗത്തൊക്കെ നോമ്പാണെന്നുള്ളതുകൊണ്ട് പല ആൾക്കാരും വിശ്വാസത്തിന്റെ മൂടും പേറിയിട്ട് ഇതിന്റെ ഈ ഒരു സിനിമ കാണാൻ പോവുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിനൊപ്പം തന്നെയാണ് മലയാള സിനിമയുടെ ഒരു വലിയ ഭീകരതയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ഭീകരതയെക്കുറിച്ച്, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത ഇല്ലായ്മയെ കുറിച്ചിട്ട് നിർമ്മാതാക്കൾ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഞാനൊക്കെ വിചാരിച്ചൊക്കെ ഭയങ്കര തെറ്റാണ് കേട്ടോ. നഷ്ടം ഫെബ്രുവരിയിൽ ഇറങ്ങിയ സിനിമകളെ മാത്രം നഷ്ടമാണ് ഇപ്പോൾ നമ്മുടെ നിർമ്മാതാക്കളുടെ സംഘടന തുറന്നു വിട്ടിരിക്കുന്നത്. അതൊന്നും ഇങ്ങനെയാണ്. 17 സിനിമകളാണ് കഴിഞ്ഞ മാസം മാത്രം ഇറങ്ങിയത്. 17ഓളം സിനിമകൾ. എനിക്കൊരു പിടുത്തൂല, ഞാൻ കണ്ടിട്ടില്ല. 17 സിനിമ ഒന്നും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ഒരൊറ്റ മാസം. എന്തായാലും 17 സിനിമകൾ സാമ്പത്തിക പരാജയം എന്ന് പറയുന്നത്. ഒന്ന്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് എങ്ങാണ്ട് നമ്മുടെ ഓൺലൈനിലേക്ക് ഈ തിയേറ്ററിലേക്ക് എന്താ പറയുക ഓഫീസർ ഓൺ ഡ്യൂട്ടി വന്നിട്ടുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മുടെ OTT-യിലേക്ക് വരുന്ന ഈ സമയത്ത് പോലും അത് 2 കോടി നഷ്ടമെന്നുള്ളതാണ്. ഞാനൊക്കെ തിയേറ്ററിലേക്ക് ഈ സിനിമ കാണാൻ പോകുന്നൊരു സെക്കൻഡ് ഷോക്കാണ്. തിങ്ങി നിറഞ്ഞാണ് അന്ന് തിയേറ്ററിൽ ആ സിനിമ കണ്ടത്. എന്നിട്ടും ആ സിനിമയ്ക്ക് 2 കോടി നഷ്ടം എന്ന് പറയുമ്പോൾ അതിന്റെ ഭീകരാവസ്ഥ ആലോചിച്ച് നോക്കി. ഗെറ്റ് സെറ്റ് ബേബി, ഉണ്ണി മുകുന്ദന്റെ പടം തോന്നുന്നുണ്ട്. 8.5 കോടിയോളം രൂപയാണ് നഷ്ടം. മച്ചാന്റെ മാലാക, ഇവിടെ ഞാൻ പോസ്റ്റ് രാവിലെ കണ്ടു, 4.5 കോടിയോളം രൂപ നഷ്ടമാണ്. ദാവീദ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 6.5 കോടി നഷ്ടം.
പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നഷ്ടം 2.5 കോടിയോളം. നോക്കൂ, നഷ്ടത്തിന് കണക്കെന്ന് പറയുന്നത് ലക്ഷങ്ങളല്ല, കോടികളാണ്. ഇങ്ങനെ കോടികൾ ഇറക്കിയിട്ട് സിനിമ ഇറക്കുമ്പോൾ അത് നിർമ്മാതാവിന് പിന്നെ അടുത്ത സിനിമ ഇറക്കാനുള്ള ഒരു പാങ്ങുണ്ടാവില്ല. അവന്റെ കുടുംബം പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു നടത്താം. ഇങ്ങനെയൊക്കെ സിനിമ ഇറക്കുന്നതിന്റെ പിന്നാമ്പുറത്തിലെ അവസ്ഥ എന്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ 1 നമ്മുടെ പ്രധാനപ്പെട്ട സിനിമ നടന്മാര് വാങ്ങിക്കുന്ന പണമാണ്. ഇങ്ങനെ അതിൽ ചെലവഴിക്കുന്ന ഓരോ ഭാഗത്തിലേക്കും വരുന്ന ചെലവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭീകരമാണ്. അത് കുറച്ച് സിനിമ എടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എപ്പോഴെങ്കിലും സിനിമ നടന്മാര് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടുത്തമൊന്നുമില്ല. എന്തായാലും അതിനെനിക്ക് തോന്നുന്നത് ആദ്യത്തെ തീരുമാനം എടുക്കേണ്ടത് ഏറ്റവും ഗംഭീരമായിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ 2 ബിഗ് എമ്മുകളാണ്. അവരൊരു ഡിസിഷൻ എടുക്കട്ടെ എന്ന് വിചാരിക്കാം. ബൈ.